Hi students, the premier institute of entrance coaching in the state, Science Institute-ലേക്ക് എൻ്റെ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മൾ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞു, നല്ല റിസൾട്ട് ഒക്കെ കിട്ടി, +1-ന് സയൻസ് പഠിക്കാൻ തയ്യാറെടുക്കുകയാണ് അല്ലേ? സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട് അല്ലേ? ഇപ്പൊ സയൻസ് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? സയൻസിൽ നിങ്ങൾ എന്തൊക്കെയാ പഠിക്കുന്നത്? പ്രധാനമായിട്ടും സയൻസിൽ 4 സബ്ജക്റ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ബയോളജി തിരഞ്ഞെടുക്കാത്തവർക്ക് കമ്പ്യൂട്ടർ സയൻസ് കൂടി തിരഞ്ഞെടുക്കാം ഇല്ലേ? ഓക്കെ. അപ്പൊ അതില്ലേ നമ്മൾ ഇവിടെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങളിപ്പോ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റിലുമുള്ള ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ റെസിഡൻഷ്യൽ, നോൺ റെസിഡൻഷ്യൽ, റിപ്പീറ്റേഴ്സ്, അതേപോലെ സയൻസ് ട്യൂഷനുകൾ എല്ലാം തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ജലീൽ, സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫിസിക്സ് സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഫിസിക്സ്, ഈ വർഷത്തെ ഫിസിക്സ് സബ്ജക്റ്റിൽ നിങ്ങൾ എത്ര ചാപ്റ്ററുകൾ പഠിക്കുന്നുണ്ട്? ഫിസിക്സ് ഈ വർഷം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററുകളാണ് നമ്മളിപ്പോൾ ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ വർഷത്തെ ഫിസിക്സ് NCERT 2 ടെക്സ്റ്റ് ബുക്കുകളായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. വോളിയം 1, വോളിയം 2. ഒന്നാമത്തെ വോളിയം ടെക്സ്റ്റ് ബുക്ക് 8 ചാപ്റ്ററും രണ്ടാമത്തെ വോളിയം ടെക്സ്റ്റ് ബുക്കിൽ 7 ചാപ്റ്ററുകളായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഫിസിക്സിലെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നും അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഈ വർഷം പഠിക്കുക എന്നും നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഫിസിക്സ് ഈ വർഷം നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കിയേ, ഈ 15 ചാപ്റ്ററുകളാണ് നിങ്ങൾ ഈ വർഷം പഠിക്കുന്നത്. ഈ 15 ചാപ്റ്ററുകളിൽ നമ്മൾ ആദ്യത്തെ 8 ചാപ്റ്ററുകൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിലും രണ്ടാമത്തെ 7 ചാപ്റ്ററുകൾ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലുമാണ് നമ്മൾ പഠിക്കുന്നത്. 2 വോളിയം ടെക്സ്റ്റ് ബുക്കുകളായിട്ടാണ് നിങ്ങൾ ഈ വർഷം പഠിക്കുന്നത്. അതിൽ ഫിസിക്കൽ വേൾഡ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ. ഇത്രയും ചാപ്റ്ററുകളാണ് നിങ്ങൾ ഒന്നാമത്തെ വോളിയം ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ വോളിയം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പരിചയപ്പെടുക. ചാപ്റ്ററിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ കിട്ടി എന്ന് കരുതട്ടെ. ഇനി ഒന്നാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത് നോക്കിയേ. ഇതിൽ എന്താണ് ഫിസിക്സ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്. 3 ഫിസിക്സും ടെക്നോളജിയും സൊസൈറ്റിയും തമ്മിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് there are some fundamental forces in nature. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെടാ, നിങ്ങൾ ഒരുപാട് ഫോഴ്സുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഫണ്ടമെന്റൽ ആയിട്ട് എത്ര ഫോഴ്സുകൾ ഉണ്ട്? 4 there are 4 fundamental forces in nature. ഏതൊക്കെയാ നോക്കാം. 1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. രണ്ടാമത്തെ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. മൂന്ന് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. 4 weak nuclear force.
These are the 4 fundamental forces in nature. പ്രകൃതിയിലുള്ള 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ തുടക്കത്തിൽ പഠിക്കുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത് നോക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. നമ്മുടെ SI സിസ്റ്റം എന്ന് വിളിക്കും. SI അല്ലെ, ഒരുപാട് യൂണിറ്റ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഈ ചാപ്റ്ററിലാണ് വരുന്നത്. ലെങ്ത്തിന്റെ മെഷർമെന്റ്, മാസിന്റെ മെഷർമെന്റ്, ടൈമിന്റെ മെഷർമെന്റ്, accuracy, precision, significant figures, dimensions of physical quantities, dimensional formula and dimensional equations, dimensional analysis and its application. ഇത്രയും കാര്യങ്ങൾ വരുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ആ ചാപ്റ്ററിന്റെ നെയിമിൽ തന്നെയാണ് അതിൽ എന്തൊക്കെയാ പഠിക്കുക. സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് നമുക്ക് ഇവിടെ സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ, പൊസിഷന്, പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെന്റ്, ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ആക്സിലറേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻ ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, റിലേറ്റീവ് വെലോസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിനിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ നോക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇവിടേക്ക് ശ്രദ്ധിക്കാം. മോഷൻ ഇൻ എ പ്ലെയിനിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മോഷൻ ഇൻ എ പ്ലെയിനിൽ നമ്മൾ സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്, ഈ ഒരു സംഭവം നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമുക്ക് 2 ക്വാണ്ടിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ സ്കേലാർ ക്വാണ്ടിറ്റി എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി എന്താണ് എന്ന് നമുക്കൊന്ന് ഇവിടെ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാം. അതേപോലെ വെക്ടേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, വെക്ടേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ വെക്ടേഴ്സിന്റെ റെസൊല്യൂഷൻ, അതേപോലെ തന്നെ പ്ലെയിനിലുള്ള ഒരു ബോഡിയുടെ മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ, യൂണിഫോം സർക്കുലാർ മോഷൻ. പ്രൊജക്ടൈലിന്റെ മോഷൻ, നമ്മളൊരു ജാവലിയൻ ത്രോ എറിയുകയാണെങ്കിൽ അതിന്റെ മോഷൻ, നിങ്ങളൊരു കല്ല് ഒരു കയറിൽ കെട്ടി ഇങ്ങനെ കറക്കുകയാണെങ്കിൽ അതിന്റെ മോഷൻ, ടൈപ്പ് ഓഫ് മോഷൻ, ദാറ്റ് ഈസ് കോൾഡ് എ യൂണിഫോം സർക്കുലാർ മോഷൻ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. 4ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കും നമുക്കൊന്ന് ഇവിടെ ശ്രദ്ധിക്കാം. നൗ യു ക്യാൻ സീ ദ കണ്ടന്റ് ഇൻ ദ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത് നോക്കിയേ. നമ്മുടെ സർ ഐസക് ന്യൂട്ടന്റെ ലോ ഓഫ് ഇനേർഷ്യ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ. നമ്മുടെ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനിൽ ഒന്നാമത്തെ ലോ എന്താ? വാട്ട് ഈസ് ദി ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? പറ. അത് തന്നെ. എ ബോഡി ഈസ് സെഡ് ടു continue in the state of rest or in uniform motion until an unbalanced force is applied on it. പഠിച്ചിട്ടില്ലേ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് ഫീക്കൽഡമ്മേ, തേർഡ് ലോ, എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇങ്ങനെയൊക്കെ വരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. അതേപോലെ സർക്കുലാർ മോഷനും, സാധാരണ നമ്മൾ ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് വയനാട് ചുരം കയറാറുണ്ട്. ചുരം കയറുന്ന സമയത്ത് അതിലെ ചില റോഡിന്റെ വളവുകളിലൊക്കെ എഡ്ജൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തി വെക്കാറുണ്ട്. അതെന്തിനാടാ? അതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രിൻസിപ്പിൾ ഉണ്ടോ ഫിസിക്സിൽ? ഉണ്ട്. യു ക്യാൻ സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വർക്ക് എനർജി ആൻഡ് പവർ. വർക്ക് എനർജി ആൻഡ് പവർ. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. യു ക്യാൻ സീ ദാറ്റ് വർക്ക് എന്താണെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. കൈനറ്റിക് എനർജി. വാട്ട് യു മീൻ ബൈ കൈനറ്റിക് എനർജി? മൂവ് ചെയ്യുന്ന ബോഡി പൊസസ് ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. പഠിക്കേണ്ട നമുക്ക്. വാട്ട് ഇസ് ഫോർമുല ഫോർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി K is equal to half mv². അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. വർക്ക് എനർജി തിയറം, കൈനറ്റിക് എനർജിയും വർക്കും തമ്മിലുള്ള ബന്ധം, വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്, കോൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി? Energy can neither be created nor be destroyed, but the total energy of the system remains constant എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ദെൻ ഒരു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ കാൽക്കുലേഷൻ. Now various forms of energy, power, collisions in 2 dimensions. ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് വർക്ക് എനർജി ആൻഡ് പവർ. ഫിസിക്സിൽ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ.
എന്താണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്കറിയാം ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ? ഇതിലൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഇവിടെ അനലൈസ് ചെയ്യാം. നൗ യു ക്യാൻ സീ ദാറ്റ് ഇതിൽ നമ്മൾ പഠിക്കുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ്. സെന്റർ ഓഫ് മാസ്. എന്താണ് സെന്റർ ഓഫ് മാസ്? ഒരു ബോഡി, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ പേന ഞാൻ ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ വെച്ച് എനിക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി. പഠിക്കണ്ടേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ക്ലാസ് റൂം ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കണ്ടേ? നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യയെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ലീനിയർ മൊമെന്റം, ആംഗുലാർ വെലോസിറ്റി, റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. ഒരു പുതിയ ടേമുകളോട് പരിചയപ്പെടുന്നുണ്ട്. ടോർക്ക് എന്ന കോൺസെപ്റ്റ്. വാട്ട് യു മീൻ ബൈ ടോർക്ക്? ടോർക്കും ആംഗുലാർ മൊമെന്റം നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ അതേപോലെ 2 തിയറം പഠിക്കുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് പാരലൽ ആക്സിസ് തിയറം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? വാട്ട് യു മീൻ ബൈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? Every body attract every other body with a force which is directly proportional to product of their masses and inversely proportional to square of the distance between them. അല്ലെ ഐസക് ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ചും അതേപോലെ പ്ലാനറ്റ്സിന്റെ മോഷനും സാറ്റലൈറ്റ്സിന്റെ മോഷനും അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ, പോളാർ സാറ്റലൈറ്റുകൾ, അതിന്റെ ടൈം പീരീഡ്, ഹൈറ്റ്, അങ്ങനെയുള്ള എസ്കേപ്പ് വെലോസിറ്റി. ഒരു ബോഡി ഒരു എർത്തിന്റെ സർഫസിന് പ്രൊജക്ട് ചെയ്യാണ്. പിന്നെ ആ ബോഡി എർത്തിന്റെ സർഫസിലേക്ക് തിരിച്ചു വരരുത്, എന്ത് സ്പീഡിൽ വിടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. 1ാം വോളിയം ടെക്സ്റ്റ് ബുക്ക് പൂർത്തിയാവുകയാണ്. 2ാം വോളിയം ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ കണ്ടന്റുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഈ 2 ബിഹേവിയർ, പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി, ഇത് 2 കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? ഒരു ബോഡിയിൽ നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി അതേ അവസ്ഥയിൽ തുടരുമെങ്കിൽ അതിനെ നമുക്ക് പ്ലാസ്റ്റിക് എന്നോ ഇലാസ്റ്റിക് എന്നോ വിളിക്കാം, പ്ലാസ്റ്റിക് എന്ന് വിളിക്കാം. ഇനി ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിന് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബിഹേവിയർ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹൂക്സ് ലോ, സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഹൂക്സ് ലോ, ഇലാസ്റ്റിക് മോഡൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. 2ാമത്തെ വോളിയം ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ആ ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്ന ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രഷർ പഠിക്കാനുണ്ട്. അതേപോലെ ബെർണോളിസ് പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈ +1 സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽപ്പെട്ട ടോപ്പിക്കാണ് ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഫ്ലൈറ്റ്, എയറോപ്ലെയിൻ, ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ പറക്കുന്നത് നമുക്കറിയോ? പഠിക്കണ്ടേ? പഠിക്കണം. നമുക്ക് ഇവിടെ ഈ ഡിജിറ്റൽ ക്ലാസ് റൂം ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, വിസ്കോസിറ്റി, റെയ്നോൾഡ് നമ്പർ, സർഫസ് ടെൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ടെമ്പറേച്ചർ, ഹീറ്റ്, ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ, കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹൈറ്റ്, വ്യത്യസ്ത ടെമ്പറേച്ചർ സ്കെയിലുകളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ചോദിക്കാണ് 0 ഡിഗ്രി സെൽഷ്യസ് = ഡിഗ്രി ഫാരൻഹൈറ്റ്. ഒരു സിമ്പിൾ ഐഡിയ പറയാം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തെർമൽ എക്സ്പാൻഷൻ ഓൺ ദി അപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ടു എ ഗിവൺ ബോഡി, its dimension increases. That is called thermal expansion. There are 3 types of thermal expansion: length expansion, area expansion, volume expansion. 3 തരത്തിലുള്ള എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ കലോറിമെട്രി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലുള്ള കണ്ടന്റുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ തെർമോഡൈനാമിക്സിൽ നമുക്ക്
zeroth law of thermodynamics, first law of thermodynamics, specific heat capacity, അതേപോലെ തന്നെ adiabatic process, isothermal process, അതേപോലെ തന്നെ refrigerators and heat pumps, second law of thermodynamics, Carnot heat engine. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് കടന്നു പോവാം. അപ്പോൾ ഈ കണ്ടന്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കണ്ടന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളിവിടെ പഠിക്കുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഐഡിയൽ ഗ്യാസുകൾ തന്നെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്. ഇനി ഇത്രയും കാര്യങ്ങൾ മോളിക്കുലാർ നാച്ചർ ഓഫ് മാറ്റർ, ബിഹേവിയർ ഓഫ് ഗ്യാസസ്, law of equipartition of energy, specific heat capacity, mean free path, specific heat capacity, mean free path, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഓസിലേഷൻസ്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയും, ശരിയാന്ന് പറയാം. ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക് ബട്ട് ഓൾ പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഓസിലേറ്ററി. ഇസ് ഇറ്റ് കറക്റ്റ്? എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി അല്ല, പക്ഷെ എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആണ്. പഠിക്കണേ നമുക്ക്. യെസ്, സിമ്പിൾ. പെൻഡുലം, ഊഞ്ഞാലിന്റെ മോഷൻ. ഒരാൾ ഇരുന്ന് ഊഞ്ഞാലാടുന്നു, എഴുന്നേറ്റ് നിന്ന് ഊഞ്ഞാലാടുന്നു. കൂടുതൽ ടൈം പീരീഡ് ആർക്കാണ് ഉണ്ടാവുക? നമുക്ക് അറിയാനുള്ള ആഗ്രഹമില്ലേ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഓസിലേഷൻ. സ്പ്രിങ്ങിന്റെ ഓസിലേഷനെ കുറിച്ച് പഠിക്കാം. അങ്ങനെയുള്ള കുറച്ച് കണ്ടന്റുകളാണ് നമ്മൾ ആ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പിന്നെ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് റെസൊണൻസ് എന്ന് പറയുന്ന ഫിനോമിന. റെസൊണൻസ് ഫിനോമിന ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദിസ് ചാപ്റ്റർ. അതേപോലെ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു മോഷൻ ഉണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM. സിമ്പിൾ ഹാർമോണിക് മോഷനെ ചുരുക്കിയിട്ട് നമുക്ക് SH എന്ന് വിളിക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുണ്ട്. ഫിസിക്സിലെ ഫസ്റ്റ് ഇയറിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ വേവ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത് നോക്കാം. ഇവിടെ 2 തരം വേവ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. There are 2 types of waves. That is, first one is transverse wave and second one is longitudinal waves. Then ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് ഒരു സ്ട്രിങ്ങിലൂടെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്, റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്, ബീഡ്സ് ആൻഡ് ഡബ്ലർ ഇഫക്റ്റ്. ഒരു അനൗൺസ്മെന്റ് വാഹനം നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസിയിൽ വരുന്ന വേരിയേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമല്ലേ? അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ വേവ്സ് എന്ന ചാപ്റ്റർ. അപ്പൊ ഇത്രയും ചാപ്റ്ററുകളാണ്, 15 ചാപ്റ്ററുകളാണ് നിങ്ങൾ ഈ വർഷം +1 ഫിസിക്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിലുള്ള ഒരു ചെറിയ ഒരു ക്ലാസ് റൂമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്, ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻസിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ക്ലാസ് റൂമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. പ്ലാനറ്റ്സിന്റെ മോഷനെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ. പ്ലാനറ്റ്സിന്റെ മോഷനെ കുറിച്ച് ആദ്യമായിട്ട് ആരാ പഠനം നടത്തിയത്? പ്ലാനറ്റ്സിന്റെ മോഷനെ കുറിച്ച് ഒരുപാട് ആളുകൾ പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പഠനം നടത്തുന്നത് ആരാണ്? നമ്മുടെ ഏറ്റവും ആദ്യമായിട്ട് പഠനം നടത്തുന്നത് ടോളമിയാണ്. എന്താണ് ടോളമി പറയുന്നത്? All the planets and the sun which are revolving around the earth. ഭൂമിയെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ടോളമി പറയുന്നത്. അപ്പോ ഈ ആനിമേഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എർത്ത് ഈസ് അറ്റ് ദ സെന്റർ ആൻഡ് ഓൾ ദ പ്ലാനറ്റ്സ് ആൻഡ് ദ സൺ ഓൾ ആർ റിവോൾവിംഗ് അറൌണ്ട് ദി എർത്ത്. ഈ ഭൂമിയെയാണ് ഈ പ്ലാനറ്റുകളും സണ്ണും ഒക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇയാൾ പറഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ആസ്ട്രോണമർ ആയിട്ടുള്ള ആര്യഭട്ട അദ്ദേഹം പറഞ്ഞു, എർത്ത് ഈസ് നോട്ട് അറ്റ് ദ സെന്റർ. എർത്ത് സെന്ററിലല്ല വരുന്നത്. ആരാണ് വരുന്നത്? ദാറ്റ് ഈസ് ദ സൺ ഈസ് അറ്റ് ദ സെന്റർ. സെൻട്രൽ സണ്ണിനെ ചുറ്റുമാണ് ആ പ്ലാനറ്റുകളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആര്യഭട്ട പറഞ്ഞു. അതേ കുറെ കാലങ്ങൾക്ക് ശേഷം നിക്കോളാസ് കോപ്പർനിക്കസ് വരികയും അത് ശരിവെക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് അദ്ദേഹം പുതിയൊരു മോഡല്, ഈ ജിയോസെൻട്രിക് തിയറിയാണ് ടോളമി അവതരിപ്പിക്കുന്നത്. ജിയോ മീൻസ് എർത്ത്, സെൻട്രിക് മീൻസ് സെന്റർ. എർത്ത് ഈസ് അറ്റ് ദ സെന്റർ എന്നാണ് ഈ ടോളമി പറയുന്നത് എങ്കിൽ നമ്മുടെ കോപ്പർനിക്കസിന്റെ
എക്സ്പ്ലനേഷൻ അനുസരിച്ച് എർത്ത് ഈസ് നോട്ട് അറ്റ് ദ സെന്റർ. അദ്ദേഹത്തിന്റെ മോഡലിന്റെ പേരാണ് ഹീലിയോസെൻട്രിക് തിയറി അല്ലെങ്കിൽ ഹീലിയോസെൻട്രിക് മോഡൽ. ഈ മോഡൽ അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഇതാണ്, എർത്ത് ഈസ് നോട്ട് അറ്റ് ദ സെന്റർ. നൗ യു ക്യാൻ സീ ദാറ്റ് സൺ ഈസ് അറ്റ് ദി സെന്റർ. സണ്ണിനെയാണ് ഈ പ്ലാനറ്റുകളെല്ലാം തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. സൺ ഈസ് അറ്റ് ദ സെന്റർ. ഓൾ അതർ പ്ലാനറ്റ്സ് ആൻഡ് എർത്ത് വിച്ച് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പാത്ത് ഒരു സർക്കുലാർ ഓർബിറ്റ് ആണ് എന്നും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതും ആളുകള് കുറെയൊക്കെ ശരിയാണ് എന്ന് ആളുകൾ വിശ്വസിച്ചു. ആഫ്റ്റർ ദാറ്റ് ജോഹന്നാസ് കെപ്ലർ, ദ ജർമ്മൻ ഫിസിസിസ്റ്റ്, അദ്ദേഹം കെപ്ലർ എന്ന പേരിൽ അറിയപ്പെടുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം പ്ലാനറ്റുകളുടെ മോഷനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ആ കെപ്ലർ പറയുന്ന കാര്യങ്ങൾ 3 നിയമങ്ങളായിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ജോഹന്നാസ് കെപ്ലർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 നിയമങ്ങൾ, ആ നിയമങ്ങളുടെ ലോസ് ഏതൊക്കെയാന്ന് നോക്കാം. ദിസ് ഈസ് അവർ ജോഹന്നാസ് കെപ്ലർ. അദ്ദേഹം പറയുന്ന 3 ലോസ്, ഒന്ന് ലോ ഓഫ് ഓർബിറ്റ്, സെക്കൻഡ് വൺ ലോ ഓഫ് ഏരിയാസ്, and the third one law of periods. These are the 3 laws governed by Kepler. അപ്പൊ കെപ്ലറിന്റെ ആദ്യത്തെ നിയമത്തിലേക്ക് നമുക്കൊന്ന് പോവാം. കെപ്ലറുടെ ഫസ്റ്റ് ലോ നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഓർബിറ്റ്. ലോ ഓഫ് ഓർബിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. Now you can see that every planets which are revolving around the sun in a certain shape of orbit, ഒരു പ്രത്യേക ഷേപ്പ് ഓഫ് ഓർബിറ്റിലാണ് എല്ലാ പ്ലാനറ്റുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. All the planets are revolving around the sun in a certain orbit. ആ ഓർബിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. എന്താണ് അതിന്റെ പ്രത്യേകത നോക്കിയേ. Now you can see that sun ഇവിടെ കാണാം നമുക്ക്. This is our earth. This earth is revolving around the sun in which orbit? In a certain type of orbit. ഈ ഓർബിറ്റ് നമുക്ക് ഒരു പേര് വിളിക്കാമല്ലോ. What is the name of this orbit? എന്ത് വിളിക്കാം? That is called elliptical orbit. Elliptical orbit എന്ന് വിളിക്കാം. How to draw an ellipse? എലിപ്സ് വരക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്ന് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരു വുഡിന്റെ ഫ്രെയിം, ആ വുഡിന്റെ ഫ്രെയിമിന്റെ മേലെയാണ് നമ്മൾ ഈ എലിപ്സ് വരക്കാൻ പോകുന്നത്. ഈ വുഡിന്റെ ഫ്രെയിമിന്റെ മേലെ നിങ്ങൾ ഒരു പേപ്പർ ഫിക്സ് ചെയ്യണം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പേപ്പർ നിങ്ങൾ ഫിക്സ് ചെയ്യുക ഈ വുഡിന്റെ ഫ്രെയിമിന്റെ മേലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കിക്കേ. ഈ 2 പോയിന്റ് മാർക്ക് ചെയ്യാം. ആ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് F1 എന്നും രണ്ടാമത്തെ പോയിന്റ് നമുക്ക് F2 എന്ന് വിളിക്കാം. ഇനി നമ്മൾ അടുത്ത പോയിന്റ് ചെയ്യേണ്ട ആ 2 പോയിന്റ് 2 പിൻ ഇൻസേർട്ട് ചെയ്യാം. ഇനി ഒരു സ്ട്രിങ് ഉപയോഗിച്ച് ഈ 2 എൻഡിലും ഫിക്സ് ചെയ്യാം. ഈ സ്ട്രിങ്ങിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറുള്ള ഒരു റിബണോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇവിടെ ഫിക്സ് ചെയ്യാം. അവിടെ നമുക്ക് ഒരു പേന ഫിക്സ് ചെയ്യാനുണ്ട്. ആ പേന ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എലിപ്സ് വരക്കാൻ പോകുന്നത്. ഇനി ഒരു പെൻസിൽ എടുക്കുന്നു, ആ പെൻസിൽ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ മാക്സിമം എക്സ്റ്റൻഷൻ വരുന്ന രീതിയിൽ ഈ 2 റിങ്ങുകളും 2 സ്ട്രിങ്ങും വലിച്ചു പിടിക്കുക. എന്നിട്ട് യു ക്യാൻ ഡ്രോ an ellipse like this. You can see that we get a wonderful picture of an ellipse. ഈ ഷേപ്പ് നമ്മൾ വിളിക്കുന്ന പേരാണ് എലിപ്സ് എന്ന് വിളിക്കും. ഈ എലിപ്സിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 2 പോയിന്റുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. ഫോക്കസ് എന്ന് വിളിക്കാം. അപ്പോ എലിപ്സ് വരക്കാൻ എല്ലാവരും പഠിച്ചല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് ഏതായാലും ഈ ഒരു ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ എല്ലാവരും ഓരോ എലിപ്സ് വരച്ച് പഠിക്കല്ലോ. അപ്പൊ ഇവിടെ കെപ്ലറുടെ ഒന്നാമത്തെ ലോ ഓഫ് ഓർബിറ്റ് പറയുന്നത് ഇതാണെന്ന് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു കെപ്ലർ, ഫസ്റ്റ് law of orbit, every planets which are revolving around the sun in an elliptical orbit and the sun is situated at any one of the focus of the given elliptical orbit. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ആരുണ്ടാവുക, നമ്മുടെ സൺ ഉണ്ടാവുക. ദാറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് ലോ, ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഓർബിറ്റ്. രണ്ടാമത്തെ ലോയിലേക്ക് വരാം. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഏരിയാസ്. എന്താണ് ലോ ഓഫ് ഏരിയാസ് എന്ന് നോക്കാം. ഇവിടെ ദിസ് ഈസ് അവർ സൺ, ദിസ് ഈസ് അവർ എർത്ത്. Now you can see that earth is revolving around the sun in an what type of orbit? Elliptical orbit. അപ്പൊ നോക്കിക്കേ, എന്താ ലോ ഓഫ് ഏരിയാസ് കെപ്ലർ പറയുന്നത് എന്ന് നോക്കാം. Now you can see that
ഇപ്പൊ സപ്പോസ് ഈ നമ്മുടെ എർത്ത് ഇപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് ഇപ്പൊ സപ്പോസ് ജനുവരി 1-ാം തീയതി ആയപ്പോ ഇവിടെ നമ്മുടെ എർത്ത് എത്തിയെന്ന് വിചാരിക്കാം. ഒരു മാസം കഴിഞ്ഞപ്പോ ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു മാസം കൊണ്ട് ഈ എർത്ത് മൂവ് ചെയ്തിരിക്കുന്ന ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ എർത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തി. സപ്പോസ് ഇവിടെ നോക്കിക്കേ, ഉദാഹരണത്തിന് ജൂൺ 1-ാം തീയതി ഇവിടെ എത്തി വിചാരിക്കുക നമ്മുടെ എർത്ത്. ജൂൺ 30 ആയപ്പോ എർത്ത് ഇവിടെ എത്തി. സപ്പോസ് ഇവിടെ എത്തി. അപ്പൊ നോക്കിക്കേ, ഇവിടെ എർത്ത് കറങ്ങാൻ എടുത്ത സമയം ഒരു മാസമാണ്. ഇവിടെയും എർത്ത് കറങ്ങാൻ എടുക്കുന്ന സമയം ഒരു മാസമാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കിക്കേ, ഇവിടെ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇതാണ്, ഈ ഏരിയയും ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലെ ഈ ഭാഗത്തെ ഏരിയയും ഈ ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഏരിയാസ്. The line joining from planet to the sun sweeps out equal areas in equal intervals of time. അപ്പൊ ഇവിടെ എന്തായിരിക്കും കൂടുതൽ, ഇവിടെ കൂടുതൽ ഏരിയ ഉണ്ടല്ലോ, ഇവിടെ കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ കുറഞ്ഞ ദൂരെ സഞ്ചരിച്ചിട്ടുള്ളല്ലോ. അദ്ദേഹം പറയുന്നത് ഇതാണ്, അക്കോർഡിംഗ് ടു കെപ്ലർ angular momentum of a planet about the sun is a constant. അതേപോലെ തന്നെ നോക്കിക്കേ, ഈ സണ്ണും പ്ലാനറ്റും ഏറ്റവും അടുത്ത് വരുന്ന ഈ പോയിന്റിലെ ആ പൊസിഷൻ വിളിക്കുന്ന പേരാണ് ദ പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദ സൺ വൈൽ ഓർബിറ്റിംഗ് അറൌണ്ട് ദ സൺ. അപ്പോൾ പ്ലാനറ്റ് സണ്ണുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന ഈ പൊസിഷൻ, ദാറ്റ് പൊസിഷൻ ഈസ് കോൾഡ് പെരിഹീലിയോൺ. ദ പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് farthest to the sun while orbiting around the sun, that is called aphelion. aphelion എന്ന് വിളിക്കും. അപ്പോ പെരിഹീലിയോണിൽ എന്തായിരിക്കും, സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് മാക്സിമം ആൻഡ് അറ്റ് അപ്ഹീലിയോൺ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് മിനിമം. അപ്പോ ഇവിടെ അദ്ദേഹം പറയുന്നത് ഒന്നുകൂടി നമുക്കൊന്ന് വ്യക്തമാക്കാം. ദാറ്റ് ഈസ് ഒരു ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദ ലൈൻ ജോയിനിങ് ഫ്രം പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ദാറ്റ് ഈസ് ദി സെക്കൻഡ് Kepler's law. That law is known as law of areas. അവസാനത്തെ ലോയിലേക്ക് വരാം. That is called law of periods. Law of periods ൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് എന്ന് നോക്കാം. ആദ്യത്തെ രണ്ട് ലോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂന്നാമത്തെ ലോയിൽ കെപ്ലർ പറയുന്നത് ഇതാണ്, ഈ പ്ലാനറ്റ് സണ്ണിനെ ഒരു തവണ ചുറ്റാൻ എടുക്കുന്ന ടൈം, the time taken to complete one revolution, that is called the time period of a planet. ആ ടൈം പീരീഡിന്റെ സ്ക്വയർ, ദാറ്റ് സ്ക്വയർ ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് ദി ഗിവൺ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് അപ്പോ ഈ സെമി മേജർ ആക്സിസ്? എലിപ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് അവർ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പൊ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റില് നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇത് സണ്ണ്, ഇത് നമ്മുടെ എർത്ത്. ഇവിടെ എ കാണാം, ഇവിടെ പി കാണാം. പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദ സൺ വൈൽ ഓർബിറ്റിംഗ് അറൌണ്ട് ദ സൺ, ദാറ്റ് ഈസ് കോൾഡ് പെരിഹീലിയോൺ. നൗ ദിസ് പൊസിഷൻ ഈസ് കോൾഡ് പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് ഫാർത്തസ്റ്റ് ടു ദ സൺ വൈൽ ഓർബിറ്റിംഗ് അറൌണ്ട് ദ സൺ. ഇതിൽ സെമി മേജർ ആക്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഈ ആക്സിസ്, ദാറ്റ് ഈസ് കോൾഡ് മേജർ ആക്സിസ്. ആ മേജർ ആക്സിസിന്റെ പകുതി ഈ വൈറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് സെമി മേജർ ആക്സിസ്. അപ്പൊ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ പ്ലാനറ്റ് ഈ പറയപ്പെടുന്ന സണ്ണിന് ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന ടൈം. that time should be, square of the time should be directly proportional to the cube of semi major axis of the elliptical orbit. Square of the period of revolution of a planet about the sun is directly proportional to the cube of semi major axis of the elliptical orbit. These are the three laws governed by Kepler. കെപ്ലറുടെ ഈ മൂന്ന് ലോകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് കരുതുന്നു. ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് ഓർബിറ്റ്, സെക്കൻഡ് വൺ ലോ ഓഫ് ഏരിയാസ്, തേർഡ് വൺ ലോ ഓഫ് പീരിയഡ്സ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
ഞാൻ നിങ്ങളുടെ ജലീൽ സാർ. താങ്ക് യു.